ഇന്ന് നടന്ന JRC A-Level എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. JRC A-Level എക്സാമിൻ്റെ ഈ ചാനലിലുള്ള വീഡിയോസ് കണ്ടിട്ട് പോയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എക്സാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 25 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ്. ആകെ 50 മാർക്കിലാണ് എക്സാം ജയിക്കാൻ 25 മാർക്കാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ മെയ് 8. മൂന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച പട്ടണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജനീവ. നാലാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കയിലെ എന്തിനെ ഏറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ? ഉത്തരം ഓപ്ഷൻ ബി അടിമത്ത നിർമ്മാർജ്ജനത്തെ. ആറാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ്? ഓപ്ഷൻ ബി സേവനം. ഏഴാമത്തെ ചോദ്യം, ശത്രുവും മനുഷ്യനാണ്, ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഹെൻറി ഡ്യൂനന്റ്. എട്ടാമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനന്റ്. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? ആൻസർ ഓപ്ഷൻ എ ബോവർ യുദ്ധം. പത്താമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ഫ്രഞ്ച് ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആൽഫ്രഡ് നോബൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രാറ്റലി, എന്താണ് അതിൻ്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ഡി അവരൊക്കെ സഹോദരന്മാരാണ്. 13ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ പ്രിയ സുഹൃത്ത് റോമൻ റോളണ്ട് ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു? ഓപ്ഷൻ സി ഫ്രഞ്ച് ആണ് ഉത്തരം. 14ാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. ഓപ്ഷൻ എ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ് ഉത്തരം. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ്. 16ാമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ഡ്യൂനന്റ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 12 മാസം കൊണ്ട്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി പാലക്കാടാണ് ഉത്തരം. 18ാമത്തെ ചോദ്യം, ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 3. ഓപ്ഷൻ ബി ഡിസംബർ 3 ആണ് ഉത്തരം. 19ാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്? ഓപ്ഷൻ ഡി ജീൻ ജാക്വസ്. 20ാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി JRC കൗൺസിലർ. 21ാമത്തെ ചോദ്യം, 1901 ജീൻ ഹെൻറി ഡ്യൂനന്റിനൊപ്പം നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ഫെഡറിക് പാസി. 22ാമത്തെ ചോദ്യം, പാലിയം എന്നത് ഏത് ഭാഷയിലുള്ള പദമാണ്? ഓപ്ഷൻ ഡി ലാറ്റിൻ ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുള്ള വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി ഹരിതാങ്കണം 2024-25 ആണ് ഉത്തരം. 24ാമത്തെ ചോദ്യം, കേരള പാലിയേറ്റീവ് കെയർ ഡേ എന്നാണ്? ജനുവരി 15. ഓപ്ഷൻ ബി ജനുവരി 15 ആണ് ഉത്തരം. 25ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏതാണ്? നിങ്ങൾക്കറിയാം, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. കുഷ്ഠരോഗമാണ് ഉത്തരം. ഓപ്ഷൻ ഡി കുഷ്ഠരോഗമാണ് ഇതിൽ പെടാത്തത്.
അപ്പോൾ എ ലെവൽ എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ബി ലെവൽ എക്സാമാണ്. ഇതിൻ്റെ വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.